വാർത്തകൾ വിശദമായി നോക്കാം. കാലവർഷം ആരംഭിച്ചതിന് പിന്നാലെ മഴക്കെടുതിയിൽ വലഞ്ഞ് കേരളം. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മരം കടപുഴകി വീണ് സ്കൂട്ടർ യാത്രികൻ മരിച്ചു. എറണാകുളം ജില്ലയിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിനടിയിലായി. കോഴിക്കോട് കോടികൾ മുടക്കി കോർപ്പറേഷൻ നിർമ്മിച്ച ഫുഡ് സ്ട്രീറ്റ് വെള്ളത്തിലായതോടെ വ്യാപാരികൾ പ്രതിസന്ധിയിലാണ്. കാഞ്ഞങ്ങാട് സ്കൂളിനോട് ചേർന്നുള്ള കൂറ്റൻ കരിങ്കൽ മതിൽ ഇടിഞ്ഞു വീഴുന്നു. കുട്ടികൾ ക്ലാസുകളിൽ ആയിരുന്നതിനാൽ വൻ ദുരന്തമാണ് ഒഴിവായത്. തിരുവനന്തപുരത്തും കോഴിക്കോടും മരം വീണ് വീടും വാഹനങ്ങളും തകർന്നു. 8 ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരുകയാണ്. വരും ദിവസങ്ങളിലും മഴ കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കാലവർഷം ആരംഭിച്ചതിന് പിന്നാലെ സംസ്ഥാനത്ത് മഴ കനക്കുകയാണ്. മഴക്കെടുതിയിൽ വലയുകയാണ് ജനങ്ങൾ. തൃശൂർ കൊടുങ്ങല്ലൂരിൽ മരം കടപുഴകി വീണ സ്കൂട്ടർ യാത്രികൻ മരിച്ചു. കാരുമാത്ര സ്വദേശി മണികണ്ഠനാണ് ജീവൻ നഷ്ടമായത്. റോഡരികിൽ നിന്നിരുന്ന കൂറ്റൻ വാഗമരം മഴയിൽ കടപുഴകി വീഴുകയായിരുന്നു. എറണാകുളം ജില്ലയിൽ ഇന്നലെ രാത്രി മുതൽ കനത്ത മഴയാണ് പെയ്യുന്നത്. തൃപ്പൂണിത്തുറ ഇടപ്പാടത്ത് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയതോടെ ജനങ്ങൾ ദുരിതത്തിലായി. മഴവെള്ളം ഒഴുകിപ്പോകേണ്ട പൈപ്പ് സ്വകാര്യ വ്യക്തി കെട്ടിയടച്ചതാണ് ദുരിതത്തിന് കാരണമെന്നാണ് നാട്ടുകാരുടെ ആരോപണം. കറക്റ്റായിട്ട് വെള്ളം പോയിക്കൊണ്ടിരുന്നതാ. ഇപ്പോൾ പുതിയ ഒരാളാരോ വന്നിട്ട് ആ പൈപ്പ് അങ്ങോട്ട് മൂടിക്കളഞ്ഞു. അതിനാണ് സെക്കൻഡ് വെച്ച് ഇവിടെ വെള്ളക്കെട്ടായി. ഞങ്ങൾക്കിപ്പോൾ ഒരു മരുന്നിന് പോലും പുറത്തേക്ക് കൊണ്ടുപോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഞങ്ങളുടെ ജീവിതം. ഇവിടെ എത്രയോ മനുഷ്യർ ജീവിക്കുന്നതാണ്. ഒരു അപകടം വന്നിട്ടല്ലോ കാര്യങ്ങൾ ചെയ്യേണ്ടത്. കഴിഞ്ഞ വർഷം വരെ നമുക്ക് ഈ പൈപ്പിൽ കൂടി വെള്ളം പോയിക്കൊണ്ടിരുന്ന ഈ പൈപ്പ് ബ്ലോക്ക് ആക്കിയപ്പോഴേ ഉണ്ടായിരിക്കുന്ന സംഭവമാണ് ഇത്. കഴിഞ്ഞ ഒരാഴ്ചക്കിടെ കൊച്ചിയിൽ ജലജന്യ രോഗം പിടിപെട്ടവരുടെ എണ്ണം 3000-ലധികമാണ്. കടവന്ത്ര, പനമ്പിള്ളി നഗർ, വൈറ്റില എന്നിവിടങ്ങളിലാണ് രോഗം പടരുന്നത്. കൊച്ചിയിലെ വെള്ളക്കെട്ടിൽ പ്രതിഷേധിച്ച് കോർപ്പറേഷൻ ഓഫീസിലേക്ക് ഡിവൈഎഫ്ഐ മാർച്ച് നടത്തി. എന്നാൽ വെള്ളക്കെട്ടുണ്ടായിട്ടില്ലെന്നും ഡിവൈഎഫ്ഐ പ്രതിഷേധം രാഷ്ട്രീയ പൊറാട്ട് നാടകമാണെന്നുമാണ് കൊച്ചി മേയർ മിനിമോളുടെ പ്രതികരണം. മേയറുടെ ചേംബറിൽ വന്ന് പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലുള്ള ഒരു വെള്ളക്കെട്ടും ഇന്ന് കൊച്ചി നഗരസഭാ പ്രദേശത്ത് ഉണ്ടായിട്ടില്ല. അതെനിക്ക് നല്ല ഉറച്ച വിശ്വാസത്തോട് പറയാൻ സാധിക്കും. അപ്പോൾ ഇതൊരു രാഷ്ട്രീയ പൊറാട്ട് നാടകമാണ് ഡിവൈഎഫ്ഐ കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ആ രാഷ്ട്രീയ നാടകങ്ങൾക്കൊപ്പം നിന്നുകൊടുക്കാൻ കൊച്ചി മേയർ തയ്യാറല്ല. ആലപ്പുഴ നഗരത്തിന്റെ വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ വെള്ളക്കെട്ട് രൂക്ഷമായതിനെ തുടർന്ന് ദേശീയപാത ബൈപ്പാസ് നാട്ടുകാർ ഉപരോധിച്ചു. 2 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. അശാസ്ത്രീയ നിർമ്മാണമാണ് വെള്ളക്കെട്ടിന് കാരണമെന്നാണ് ആരോപണം. കനത്ത മഴ തുടരുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് സ്കൂളിനോട് ചേർന്നുള്ള കൂറ്റൻ കരിങ്കൽ മതിൽ ഇടിഞ്ഞു വീണു. ഉച്ചസമയത്തെ ഇടവേള കഴിഞ്ഞ് വിദ്യാർത്ഥികൾ ക്ലാസ്സിലായിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. തഹസിൽദാർക്കും ദുരന്ത നിവാരണ അതോറിറ്റിക്കും മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ പരാതി കൊടുത്തിരുന്നു. ഈ നിർമ്മാണം അശാസ്ത്രീയമാണ്, ഇത് വലിയ രീതിയിലുള്ള അപകടം ക്ഷണിച്ചു വരുത്തും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ റെസിഡൻസ് അസോസിയേഷൻ നേതൃത്വത്തിൽ പരാതി കൊടുത്തു. പക്ഷെ പരാതി ഇതുവരെ കാര്യക്ഷമമായി ഉദ്യോഗസ്ഥര് അനങ്ങാപ്പാറ നയം സ്വീകരിച്ചു, അനങ്ങിയിട്ടില്ല. കാസർഗോഡ് ചെർക്കളയിൽ മഴക്കാലമായിട്ടും ദേശീയപാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ റോഡ് ഉപരോധിച്ചു. കോഴിക്കോട് കോർപ്പറേഷന് മുന്നിലെ ഫുഡ് സ്ട്രീറ്റ് ഭാഗത്ത് വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ വ്യാപാരികൾ പ്രതിസന്ധിയിലായി. വെള്ളം കയറിയതോടെ കടകൾ തുറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. വെള്ളപ്പൊക്കം വന്ന യുദ്ധകാലാടിസ്ഥാനത്തിൽ വെള്ളം വറ്റിക്കാനുള്ള സംവിധാനമാണ് ആലോചിക്കേണ്ടത്. ഇതിപ്പോ ഒരാഴ്ചന്റെ പുറത്തായില്ലേ. മഴ തുടങ്ങിയിട്ട് പോലും ഇല്ല. കാലവർഷം എത്തി തുടങ്ങിയിട്ടുള്ളൂ. അപ്പൊ കാലവർഷം കഴിയുമ്പോഴത്തേക്ക് ഈ കോഴിക്കോട് ബീച്ചിന്റെ അവസ്ഥ എന്തായിരിക്കും? ബീച്ച് റോഡിന്റെ പലയിടത്തും മരങ്ങൾ വീണും മതിലിടിഞ്ഞും അപകടങ്ങളുണ്ടായി. കോഴിക്കോട് ചിന്താവളപ്പ് ജംഗ്ഷന് സമീപം നിർത്തിയിട്ട വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണു. ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ കാറ്റോടുകൂടിയാണ് മഴ പെയ്യുന്നത്. തിരുവനന്തപുരം വിഴിഞ്ഞത്ത് തെങ്ങ് കടപുഴകി വീടിന് മുകളിലേക്ക് വീണു. വീടിനുള്ളിലുണ്ടായിരുന്ന പെരിങ്ങമല സ്വദേശി ശാരദ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. ബാലരാമപുരം വിഴിഞ്ഞം മെയിൻ റോഡിൽ ഓടിക്കൊണ്ടിരുന്ന കാറിന് മുകളിലേക്ക് മരമൊടിഞ്ഞു വീണ് 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. കാർ ഭാഗികമായി തകർന്നെങ്കിലും യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. കോട്ടയത്ത് കനത്ത മഴയിൽ വീടിന്റെ മേൽക്കൂര തകർന്നു. അമ്മഞ്ചേരി സ്വദേശി ബിനോയ്ക്കും ഭാര്യയ്ക്കും 2 മക്കൾക്കും പരിക്കേറ്റു. വള്ളൂശ്ശേരിയിൽ മതിലിടിഞ്ഞു വീണ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഇരുചക്ര വാഹനം തകർന്നു. വയനാട്ടിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ മറ്റന്നാളും ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറക്കാൻ പാടില്ല. റിസോർട്ട്, ഹോം സ്റ്റേ, സർവീസ് വില്ലകൾ എന്നിവ പ്രവർത്തിക്കരുതെന്നും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക്, ന്യൂസ് മലയാളം.